എനിക്ക് എക്സാം കഴിയുമ്പോൾ എൻ്റെ മുന്നേ ഒരു ഒടുക്കത്തെ വിശപ്പാണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ബേബി? ഈ നിക്കുന്ന കണ്ടാ പറയോ ഫുൾ ഉറക്കപ്പിച്ചില്ല, എനിക്കൊന്ന് കിടന്നാ മതിയെന്ന്. 1947 ബ്രിട്ടീഷുകാർ പോയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന്. പക്ഷെ ഇല്ല, ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. എൻ്റെ ജീവിതം മുഴുവൻ ആ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ചേർന്ന അന്നാണ് എനിക്ക് ആ നഗ്ന സത്യം മനസ്സിലായത്. എൻ്റെ ജീവിതം മുഴുവൻ ഇനി ബ്രിട്ടീഷുകാർ കൂടെ ഉണ്ടാവും. ബ്രിട്ടീഷുകാരെ കുറിച്ച് പഠിച്ച് അവരുടെ കൾച്ചർ, അവരെന്ത് വിചാരിച്ചു, അവരെന്ത് ചിന്തിച്ചു, അവരെന്ത് എഴുതി, അവരെന്ത് കഴിച്ചു എന്നൊക്കെ ഞാൻ പഠിച്ച് ഏകദേശം ഒരു വഴിക്ക് എത്തിയപ്പോഴാണ് പുതിയൊരു സാധനം എൻ്റെ ഫ്രണ്ടിലേക്ക് കടന്നു വന്നത്. ബ്രിട്ടീഷുകാർ ഓടിച്ചെന്നുണ്ടാക്കിയ അമേരിക്ക. ഞാൻ 13 ദിവസം ഉണ്ടായിട്ട് ഞാൻ പഠിച്ചില്ല. കാരണം ഞാൻ വിചാരിച്ചു അമേരിക്കൻ ലിറ്ററേച്ചർ അല്ലേ, ഭയങ്കര എളുപ്പമായിരിക്കും. ജനറലി ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അമേരിക്കൻ ലിറ്ററേച്ചർ സിമ്പിൾ, 2 ദിവസം കൊണ്ടോ പഠിച്ചു തീർക്കാം, ബ്രിട്ടീഷ് പോലെയേ ആയിരിക്കില്ല എന്ന് വിചാരിച്ചു. അമേരിക്കൻ ലിറ്ററേച്ചർ തുറന്നു നോക്കിയപ്പോഴാണ് ഈ ലോകത്തെങ്ങും ഇല്ലാത്ത കുറെ അബ്സേർഡിസവും എന്താ ഇനി എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത കുറെ കോൺസെപ്റ്റ്സുകളും. ഓക്കെ, അപ്പൊ ഈ ഭയങ്കര ഞാൻ വിചാരിച്ച പോലെയല്ല. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഒരു കുന്തവും പഠിക്കാൻ പറ്റിയില്ല. ആൻഡ് എല്ലാം എൻ്റെ ഇല്ലാത്ത കഥ, ക്യാരക്ടേഴ്സ് നല്ല ക്യാരക്ടേഴ്സ് ഇല്ല, മോശം അതൊക്കെ ഓക്കെ, പിന്നെ നമുക്ക് അത് ശീലമുണ്ട്. അബ്സാർഡ്സും ഒക്കെ പഠിച്ചിട്ട് എനിക്ക് ഇഷ്ടമാണ് കോൺസെപ്റ്റ്സ്. പക്ഷേ ഇതിൽ ഈ കഥ എവിടെ, എൻഡിങ് എവിടെ, ആരെവിടെ, എല്ലാം കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള, കുറച്ച് സൈക്കോകൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള, അത് ലിറ്ററലി അതാണ്, കുറെ സൈക്കോകൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള കുറെ കഥകളും എസ്സേയും. ഇതാണ് ഡ്രാമ. ആദ്യമായിട്ടാണ് ഞാനൊരു എക്സാമിന് ഒന്ന് പോർഷൻസ് കവർ ചെയ്യാതെ പോകുന്നത്. ആംബുലൻസിന്റെ പുറകെ ആരെങ്കിലും ഒക്കെ പോകും. അതെന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അവർ പോകുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും വണ്ടി തിരിച്ചെടുക്കുകയാണെങ്കിൽ അവർ ഇരിക്കും. ആ ഒരു കാര്യം വരും അല്ലേ? എപ്പോഴും ചിലപ്പോൾ ചില കാറൊക്കെ ഇങ്ങനെ ആംബുലൻസിനെക്കാളും സ്പീഡിൽ പോകും. അവർക്കാണ് ആംബുലൻസിനെക്കാളും ധൃതി എന്ന് തോന്നുന്നു. ഇടയിൽ കൂടെ കയറി പോവാണ്. പക്ഷെ ചിലപ്പോൾ ഒരു സെക്കൻഡ് ഇവര് ആംബുലൻസ് പോയി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തിരിച്ചൊന്ന് അല്ലെങ്കിൽ ഒരു സ്കൂട്ടറെങ്കിലും തിരിച്ചെടുത്താൽ ക്രാഷ് ഉണ്ടാവും. അവര് നല്ല അടിപൊളി ഇടി കിട്ടും. കാരണം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആംബുലൻസിൽ നിന്ന് ബാക്കിൽ നിന്ന് വിട്ടുപിടിച്ച് പോകുന്ന ആൾക്കാർ എനിക്കത് ഇഷ്ടമല്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ സാധാരണ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇത്തവണ അതൊന്നും നടന്നില്ല. കാരണം ധൃതി പിടിച്ചിറങ്ങിയോണ്ട് എടുക്കാനുള്ള ടെക്സ്റ്റും എടുത്തില്ല, ഷോർട്ട് നോട്ടും എടുത്തില്ല, ഒന്നും എടുക്കാണ്ടാവുന്നത്. അതുകൊണ്ട് പിന്നെ കോണൊക്കെ തന്നിരിക്കും. ഞാൻ ഇത്തവണ എൻ്റെ വർക്കൗട്ട് മുടക്കരുത് എന്നുള്ളൊരൊറ്റ കാര്യം മാത്രം. കംപ്ലീറ്റ് പോർഷൻ തീർക്കാൻ പറ്റിയില്ല, അതിന് അധികം സമയം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ, അധികം പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഇത്തവണ എൻ്റെ വർക്കൗട്ട് മുടക്കരുത് എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. കാരണം ലാസ്റ്റ് ടൈം ഫുൾ എന്ന് വെച്ചാൽ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി, ആ അവസ്ഥയിലെത്തി. ഇത്തവണ ഇന്നലെ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും പോയി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും കുറച്ച് സ്ട്രെച്ചിങ്ങും ഭയങ്കര കുറച്ച് യോഗയൊക്കെ എങ്കിലും ഞാൻ ചെയ്തു, വാക്കിങ്ങും ഒക്കെ എങ്കിലും ചെയ്തു. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എല്ലാ തവണ എക്സാമിന് ഞാൻ എൻ്റെ ഹെൽത്ത്, എൻ്റെ ഹെയർ എല്ലാം കൊണ്ടുവന്ന് അങ്ങ് നശിപ്പിച്ച് പണ്ടാരെടുക്കും. ഇവരാണെങ്കിൽ 3 മാസത്തിൻ്റെ ഇടയ്ക്ക് എക്സാം വയ്ക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ 6 മാസത്തെ സെമിസ്റ്ററൊക്കെ നമുക്ക് 3 മാസം 3 ഇത്തവണ 1 മാസത്തിൻ്റെ ഇടയിലല്ലേ, 1.5 മാസം. നല്ല ഇത് 6 മാസം കൊണ്ട് പഠിക്കേണ്ടത് 1.5 മാസം കൊണ്ട് അവർ പഠിക്കാൻ പറയും. നമ്മൾ പഠിക്കുന്നത് എത്ര ദിവസം കൊണ്ട്? 5 ദിവസം കൊണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ 5 ദിവസം കൊണ്ട് പഠിച്ച ഒരു സെമ്മിൻ്റെ എക്സാമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് എക്സാം ആണെന്ന് പറഞ്ഞാൽ ID കാർഡ് ഇല്ലാതെ അതിനകത്തേക്ക് കേട്ടത്തില്ല. ആക്ച്വലി നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇത് ചിലപ്പോൾ ഞാൻ ഇഷ്ടമല്ലാണ്ട് എടുത്ത സബ്ജക്റ്റ് ആണോ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ താല്പര്യം. എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് എക്സാം എഴുതുന്നത് പോലും ഇഷ്ടമാണ്. കാരണം എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണല്ലോ ഞാൻ എടുത്തത്. പക്ഷെ കുഴപ്പം നമുക്ക് തീരെ സമയം കിട്ടുന്നില്ല. നമുക്ക് പഠിക്കാനൊരു സമയം വേണ്ടേ, അത് കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ബേബി? കുഴപ്പമില്ല, ഭാഗ്യത്തിന്. ഞാൻ വിചാരിച്ച എനിക്ക് ഇഷ്ടമില്ലാത്ത സെക്ഷനൊന്നും ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇവിടുന്ന് ധൃതി പിടിച്ച് ഇറങ്ങി ഓടിയിട്ട് എന്തോ ഒരു സാധനം എടുക്കാൻ മറന്നു എന്ന് എൻ്റെ ഇങ്ങനെ മനസ്സിൽ നോക്കിയപ്പോൾ പെന്നുണ്ട്, നോക്കിയപ്പോൾ പെന്ന് ഹോൾ ടിക്കറ്റ് നോക്കിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലായി എന്തോ ഒരു സാധനം ഞാൻ എടുക്കാൻ മറന്നു. എന്തായിരുന്നു എന്നറിയോ? ഞാൻ വെള്ളം എടുക്കാൻ മറന്നുപോയി. എനിക്കാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒന്നാമത്തെ വെള്ളം തായിക്കും, അതിനപ്പുറത്തേക്ക് എനിക്കിങ്ങനെ എല്ലാ പേന, പെൻസിൽ, സ്കെയിൽ എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുപോകും. എനിക്കെല്ലാം ഇങ്ങനെ നിവർത്തി എൻ്റെ ഫ്രണ്ടിൽ എക്സാം ഹോളിൻ്റെ എൻ്റെ ബെഞ്ചിൽ ഇങ്ങനെ നിവർത്തി വെച്ചാലേ എനിക്ക് എക്സാം എഴുതാൻ ഒരു ത്വര ഉണ്ടാവുള്ളൂ. ഇന്ന് ഞാൻ വെള്ളം എടുത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര, ഇന്നാണെങ്കിൽ പതിവില്ലാത്ത ഭയങ്കര വെയിൽ. ഞാൻ ടാൻ വരെ അടിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നെത്തിയപ്പോഴത്തേക്കും ടാൻ അടിച്ചു. അത്ര ഞാൻ പോകുമ്പോൾ കാണിക്കും, ഓഫ് ഈ സ്ഥലം ഭയങ്കര വെയിലുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഈ വെയിലത്ത് നടന്ന് ടാൻ അടിച്ച് എനിക്ക് വെള്ളം താഴ്ച ഇവിടെ നടന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് വെള്ളം തായ്ക്കാൻ. സാധാരണ വെള്ളം കുടിക്കാൻ താല്പര്യമില്ല, പക്ഷെ ഇന്ന് എനിക്ക് ഒടുക്കത്തെ വെള്ളം ദാഹമായിരുന്നു. വെള്ളം ഇല്ലാത്തതുകൊണ്ട്. വെള്ളം കുടിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് എക്സാം കഴിയുമ്പോൾ
എൻ്റെ പൊന്നോ ഒരു ഒടുക്കത്തെ വിശപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത എല്ലാം വലിച്ച് വാരി തിന്നാൻ തോന്നുന്ന ഒരു വിശപ്പ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് സാധാരണ വിശപ്പില്ല, എനിക്ക് ഭയങ്കര ക്വാണ്ടിറ്റിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. അപ്പൊ ഇത് ഈ എക്സാം എഴുതുന്നതിന്റെ മറ്റേ ബ്രെയിൻ വർക്കാവുന്നുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ സമാധാനത്തിൽ കുറെ ഫുഡ് കഴിക്കും. അതുപോലെ സത്യം. അപ്പൊ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ തോന്നാറുണ്ട് എക്സാം എഴുതി കഴിഞ്ഞ ഉടനെ ഭയങ്കര വിശപ്പ് വരാറുണ്ടോ? എന്നാലും ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെ. ട്രിവാൻഡ്രം ഇപ്പോൾ ആക്ച്വലി മരുഭൂമി പോലെയാണ്. എന്തൊരു വെയില. ഞാനിങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിശക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കാലറി കൂടിയ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തതെല്ലാം എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത്, എനിക്ക് എവിടെയെങ്കിലും പോയാലും എനിക്ക് കുറച്ച് ഇരുന്ന് എൻജോയ് ചെയ്ത് തിന്നാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോകുന്നതാണ് ഇഷ്ടം. എനിക്ക് ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പാടില്ല. എനിക്ക് വളരെ സമാധാനപരമായി ഫുഡ് കഴിക്കണം. എക്സാം കഴിഞ്ഞ് എപ്പോഴും ഒരു ഐസ്ക്രീം അതെനിക്ക് നിർബന്ധം. ഇപ്പം മേടിച്ചതേ ഉള്ളൂ, പക്ഷെ ഓൾറെഡി ഇതാ മുത്തലിഞ്ഞു. അത്ര ഇവിടെയൊക്കെ ഇങ്ങനെ ചുട്ടു പൊള്ളുകയാണ് വെയില്. ചോക്കോബാർ അല്ല, എന്താ പേരെന്താ, ലണ്ടൻ ഡയറിയുടെ എന്തോ കാരമൽ ബട്ടർ സ്കോച്ചോ അങ്ങനെ എന്തോ ഒരു സാധനം. എനിക്ക് എന്താ ഒരു രാശി. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ട്രിവാൻഡ്രം പോത്തീസ് അടച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് ഇത്രയും വെയിലത്ത് അവിടെ എത്തിയപ്പോഴത്തേക്കും ട്രിവാൻഡ്രത്തെ പോത്തീസ് അടച്ചേക്കുന്നു. ആദ്യമായിട്ട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് അവര്, നിങ്ങൾ ഇന്നേ വരെ കണ്ടോണ്ട് ഇതുവരെ ഞങ്ങൾ കാരണം പോത്തീസൊക്കെ സാറ്റർഡേ സൺഡേ ഇല്ല. ഞാനപ്പോൾ വിചാരിക്കും ഒരു ദിവസം അടയ്ക്കത്തുമില്ലെന്ന് പണ്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം മനസ്സിലായി അടച്ചു. അങ്ങനെ ഇതാ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് തളർന്ന് ഒന്നും നടന്നില്ല. ആ സാരി എവിടെ? അതിൻ്റെ അകത്ത്. ഞാൻ ആ സാരി എടുത്ത് പുറത്തിട്ടോന്ന് തോന്നണല്ലേ. അതാ ഈ ഒരു ഇൻഡിഗോ കളർ സാരി, ഇത് തേക്കാനുണ്ട്, ഞാൻ നനച്ചിട്ടേക്കാണ്. അപ്പോൾ ഈ സാരിയുടെ ബ്ലൗസിന് വേണ്ടിയിട്ടാണ്. ഈ സാരിയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സാരി ഇൻഡിഗോ ആയതുകൊണ്ട് ഞാൻ ലുലുവിലൊക്കെ ചോദിച്ചു, പക്ഷേ ഇൻഡിഗോ കളർ കിട്ടാനേ ഇല്ല. ഞാൻ എത്ര വർക്കൗട്ട് ചെയ്തിട്ടോ ആക്ച്വലി എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എൻ്റെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് എന്താ ക്ഷീണിച്ച് വല്ലാണ്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്ത് വെച്ച് നോക്കിയിട്ടും ഞാനിങ്ങനെ എടുക്കണോ, എനിക്കൊന്നും നല്ലതായിട്ട് തോന്നുന്നില്ല എൻ്റെ അടുത്ത് വെച്ച് നോക്കിയിട്ട്. ആ ലാസ്റ്റ് വെച്ച കമ്മൽ ഞാനിങ്ങനെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, അതിങ്ങനെ എടുക്കണോ വേണ്ടെന്ന് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വേഗം പോകുന്നത് തിരിച്ച് മൂവിക്ക് വരാനാണ്. നമ്മളിതാ എത്തി. പക്ഷെ എപ്പോഴത്തെ പോലെ ഇനി എനിക്ക് പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് ഓടാനായിട്ട്. അന്ന് 3:45 സിനിമയ്ക്ക് 4 മണിക്ക് എത്തുള്ളൂ. പിന്നെ ആദ്യം ആഡ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, 15 മിനിറ്റ് ആഡ് ഇട്ടു, അതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരൊറ്റ കാര്യത്തിന് സമയത്തിന് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് വലിയ അതിശയമൊന്നുമില്ല. എന്തായാലും സ്പീഡിൽ ഓടിച്ചെന്നാൽ ഇപ്പം നമുക്ക് ആഡ് ഇട്ട് കഴിഞ്ഞ് കയറാം. കാരണം എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ആദ്യത്തെ പാർട്ടൊക്കെ കാണും. മിക്ക സിനിമ ഞാൻ ആദ്യത്തെ പാർട്ട് മിനിമം ഒരു 2 മിനിറ്റ് ലേറ്റ് ആവും. അതിൻ്റെ മെയിൻ പാർട്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും. അപ്പോൾ വേഗം പോയി പാർക്ക് ചെയ്തിട്ട് സിനിമയ്ക്ക് കയറാം. എന്തോ ഒരു ഭാഗ്യത്തിന് സിനിമ തുടങ്ങിയ ആ സ്പോട്ടിൽ ഞങ്ങൾ അവിടെ എത്തി. ലോക കാണാനാട്ടോ പോയത്. പക്ഷെ എക്സാം ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒന്നും കാണാൻ പറ്റിയില്ല. അതിലെനിക്ക് ചെറിയൊരു സങ്കടം. സാധാരണ കോഫി കുടിക്കാതിരിക്കാൻ നോക്കും. എൻ്റെ എക്സാം സമയമാകുമ്പോൾ 2-3 കോഫി കുടിച്ച് സർവൈവ് ചെയ്യും. അത് എനിക്ക് ആ സമയത്ത് എനിക്ക് കോഫി കുടിക്കാതിരിക്കാൻ ഒരു വൃത്തികെട്ട അഡിക്ഷനാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഭയങ്കര കോഫി അങ്ങനെ എപ്പോഴും കുടിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം കുടിക്കാതെ ഒഴിവാക്കിയൊക്കെ വെക്കും. പക്ഷേ എക്സാം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് രാവിലെ കോഫി വൈകിട്ട് കോഫി ഞാനിങ്ങനെ ഡെഡായി നടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴും കോഫി കിട്ടിക്കൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ ഇന്നത്തെ 2ാമത്തെ 3ാമത്തെ കണ്ടാണ്. പക്ഷേ ഞാൻ എക്സാം കഴിയുമ്പോൾ പിന്നെ കുടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പം കുടിച്ചാലും ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പം എക്സാം സർവൈവ് ചെയ്യുന്നതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് 2ാമത്തെ കോഫി, 2ാമത്തെ അല്ലേ, 2ാമത്തെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന എൻ്റെ എക്സാമിൻ്റെ ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ എക്സാം തീർന്നിട്ടില്ല, ഇനി ഇഷ്ടംപോലെ എക്സാം ഉണ്ട്. ഇങ്ങനെ കുറേ ദിവസം ഓടേണ്ടി വരും. അപ്പോൾ ബൈ.